നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലൈഫിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. കംഫർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ട്രാപ്പാണ്. അതായത് എഡ്യൂക്കേഷൻ പോലെ, മിഡിൽ ക്ലാസ് പോലെ, ഒരു അഡിക്ഷൻ പോലെ ശരിക്കും ഒരു ട്രാപ്പാണ് കംഫർട്ട് സോൺ. അതായത് നമുക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സോണിൽ മാത്രം നമ്മൾ ഇടപഴകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ടൊക്കെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു 7 കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ്. ഞാൻ ഉറപ്പായിട്ടും പറയും ഈ ഒരു 7 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ഓൾമോസ്റ്റ് ബ്രേക്ക് ആവും. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല, സക്സസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിലൂടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് എ ഡിസ്കംഫർട്ട് ചാലഞ്ച്. അതായത് നിങ്ങളെ കംഫർട്ട് അല്ലാതാക്കുന്ന ചാലഞ്ചുകൾ നിങ്ങൾ എടുക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വേറെ ആൾക്കാർ വന്നിരിക്കുമല്ലോ, പരിചയമില്ലാത്ത ആൾക്കാർ, ആളെടുത്തൊന്ന് സംസാരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഫോണിൽ തോണ്ടി കളിക്കാണ്ട് ആളെടുത്ത് സംസാരിക്കുക. അത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് തരും. അങ്ങനെ ഡിസ്കംഫർട്ട് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഈ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ശല്യപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. അതിന് പകരമായിട്ട് നിങ്ങളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കംഫർട്ട് കുറച്ച് അനുഭവിക്കണം. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഡിസ്കംഫർട്ട് ചലഞ്ചുകൾ എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഹോബീസ് കൊണ്ടുവരാം. അതൊക്കെ നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കും. അതായത് ഇതുവരെ ബുക്ക് വായിക്കാത്തവനാണെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നതൊക്കെ അവന് കുറച്ച് ഡിസ്കംഫർട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വീഡിയോ ഗെയിം കളിക്കുന്നവൻ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഡിസ്കംഫർട്ടാണ്. അങ്ങനെ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ചലഞ്ചുകളൊക്കെ നിങ്ങൾ എടുക്കുക. രണ്ടാമത്താണ് ജോയിൻ എ മൈൻഡ് ചേഞ്ചിങ് ഗ്രൂപ്പ് ഓർ മൈൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിറ്റി. ഇത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ്. അതായത് നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അതേ സെയിം ഡ്രീം ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പ് ആവാം, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആവാം, കമ്മ്യൂണിറ്റീസ് ആവാം, ക്ലബ്ബുകളാവാം, എന്തും ആവാം. ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അതായത് എൻ്റെ ലക്ഷ്യം ബിസിനസ്സുകാരനാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആവുക എന്നുള്ളതാണ്. ഓൺട്രപ്രണർ ആവുക, കോണ്ടന്റ് ക്രിയേറ്റർ ആവുക, ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതേ ഡ്രീമുള്ള അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ആയി. ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏത് ജില്ലയിലെടുത്താലും എനിക്ക് പരിചയമുള്ള ഒരു ബിസിനസ്സുകാരനുണ്ടാവും, അല്ലെങ്കിൽ പരിചയമുള്ള ബിസിനസ്സുകാരനും ഉണ്ടാവും, ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ കിട്ടും, ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. കൂടാതെ ഇതിലൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരാണ്, നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കും. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അടുത്ത സ്റ്റെപ്പാണ് ട്രാവൽ അലോൺ ടു ആൻ അൺഫെമിലിയർ പ്ലേസ്. അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോവുക. നിങ്ങൾ മാസത്തിൽ ഒരു തവണ മൂന്നാർ പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാർ പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു അൺഫെമിലിയർ പ്ലേസ് അല്ല, ഫെമിലിയർ പ്ലേസ് ആണ് അല്ലേ. അതിന് പകരമായിട്ട് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലോട്ട് പോവുക, അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോവുക. ഇതൊക്കെ ബേസിക്കലി ചെന്നെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ചലഞ്ചസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ശ്രദ്ധിക്കേണ്ടതാണ് ട്രാവൽ അലോൺ. അതായത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. നിങ്ങൾ അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്താണ് പോകുന്നത്, ഇനി ഇതുവരെ പോവാത്തൊരു സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്, പക്ഷെ നിങ്ങളുടെ 4-5 ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. അതൊരു കംഫർട്ട് സോൺ ആണ് ബേസിക്കലി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോവുക. അതായത് ഇപ്പോൾ അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് പോയി പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. കാരണം അവിടെ നിങ്ങളുടെ ആ പ്രശ്നങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു 4-5 പേരുണ്ട്, നിങ്ങൾക്ക് ധൈര്യം വരും. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവുക. അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് പോവുക. അതാണ് നിങ്ങളെ ഡിസ്കംഫർട്ട് ആക്കുന്നത്, പെർഫെക്റ്റ് ഡിസ്കംഫർട്ട് ആക്കുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേ നോ പറയുക. ഇത് നിങ്ങൾക്ക് ബിസിനസ്സിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ മാത്രമല്ല, ലൈഫിൽ തന്നെ പഠിക്കേണ്ട ഒരു ബിഗ് ലെസൺ ആണിത്. നോ പറയാൻ പഠിക്കുക. നോ പറയാൻ പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. അതായത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അടാ അവിടെ പോയാലോ, ആ പോവാം, അടാ അത് കൊണ്ടു തരുമോ, ആ പോവാം, അടാ അത് എനിക്ക് തരുമോ, തരാം. അങ്ങനെ എല്ലാത്തിനും യെസ് പറയാതെ നോ പറയാൻ പഠിക്കുക. അടാ എനിക്ക് വേറെ വർക്ക് ഉണ്ട്, ഞാൻ വരുന്നില്ല, നോ പറയുക. അതായത് എല്ലാത്തിനും നോ പറയുക എന്നുള്ളതല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരുടെ ആക്ടിവിറ്റീസിലോട്ട് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് നോ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതൊരു ഹെവി ടാസ്ക് തന്നെയാണ് ശരിക്കും. അതായത് ഇത് പറഞ്ഞ് ശീലമില്ലാത്ത ഒരാൾക്ക് നോ പറയാന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. 5ാമത്തെ പോയിന്റ് ആണ് പ്രാക്ടീസ് വോളണ്ടറി ഡിസ്കംഫർട്ട്.
എന്താന്നല്ലേ പറഞ്ഞുതരാം. നിങ്ങളായിട്ട് നിങ്ങളെ ഡിസ്കംഫർട്ടിലോട്ട് തള്ളിവിടുക. ഫസ്റ്റ് പറഞ്ഞ പോലെയല്ല, നിങ്ങൾ സ്വയം എടുക്കുക. അതായത് ഡെയിലി 12 മണിക്കും 8 മണിക്കൊക്കെ നീക്കുന്നവർ തന്നെ രാവിലെ 5 മണിക്ക് നീക്കുക എന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്യുക. നാളെ തൊട്ട് 5 മണിക്ക് നീക്കുക, അല്ലെങ്കിൽ നാളെ തൊട്ട് ഇത്ര മണിക്ക് നീക്കുക, അല്ലെങ്കിൽ നാളെ തൊട്ട് ഇന്ന പുതിയ കാര്യം ചെയ്യുക, പുതിയ ഹോബി ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മളായിട്ട് നമ്മളെ ഡിസ്കംഫേർട്ട് ആക്കുകയാണ്. ഇതിനെയാണ് പറയുന്നത് വോളണ്ടറി ഡിസ്കംഫേർട്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക, ഇത് ലൈഫിൽ നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഡിസ്കംഫേർട്ടുകൾ എടുക്കുന്നതിലൂടെ ലൈഫിൽ നല്ല പ്രൊഡക്റ്റീവ് ആകാനും കൂടിയും പറ്റും. 6ാമത്തെയാണ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്കില്ലാണ്. ഇത് ലൈഫിൽ എന്തായാലും നിങ്ങൾക്ക് വേണം. ഇത് ഡിസ്കംഫേർട്ട് ആക്കുക മാത്രമല്ല, ബേസിക്കലി പറഞ്ഞാൽ 10 ആളുടെ മുന്നിൽ സംസാരിക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. വെച്ചാലും ഡിസ്കംഫേർട്ട് ആക്കാൻ ഇത്രയും നല്ലൊരു മാർഗം വേറെ ഇല്ല. അതായത് നിങ്ങൾക്ക് ടെൻഷൻ വരും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ, എല്ലാം ഇതിനും പരിഹരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100 ആളുടെ മുന്നിൽ സംസാരിക്കണം എന്ന് വെക്കുക, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിയർ പോവും, സ്റ്റേജ് ഫിയർ പോവും. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ഇൻക്രീസ് ആവും. അതുപോലെ നല്ല വേർഡ്സ് യൂസ് ചെയ്യാൻ പഠിക്കും, നല്ല ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കും. ഇങ്ങനെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 100 ആളിരിക്കുന്ന ഒരു വേദി പോയിട്ട് നിങ്ങൾ തോന്നിയാസം പറയാൻ ഒന്ന് പേടിക്കും ഇല്ലേ? അപ്പോ നിങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പഠിക്കും. ഇങ്ങനെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റാൻ പറ്റുന്ന ഒന്നാണ് പബ്ലിക് സ്പീക്കിംഗ്. 7ാമത്തെയാണ് ഡോക്യുമെന്റ് ആൻഡ് ഷെയർ യുവർ ജേണി. അതായത് നിങ്ങളെ ഓരോ ജേണിയും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഡയറി ചെയ്താം, ജേണൽ ചെയ്യാം, എന്തും ആവാം. അതായത് ഡെയിലി ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ജേണൽ ചെയ്ത് വെക്കുക. ഇത് ഭാവിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ചേഞ്ചസ് അറിയാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം മാറി എന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആൻഡ് ഷെയർ യുവർ ജേണി. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ല ഒന്നാണ് കോണ്ടന്റ് ക്രിയേഷൻ. ഇതേപോലെ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന നോളജ് ഒക്കെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജേണി ബിൽഡിംഗ് പബ്ലിക് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേണി ഷെയർ ചെയ്യുക. ബേസിക്കലി നല്ല ഒരു ഡിസ്കംഫേർട്ട് അവിടെ ഫീൽ ആവും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ഇത് സഹായിക്കും. പിന്നെ നല്ല ചേഞ്ചസ് കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, റിപ്ലൈ ആയിട്ട് കിട്ടും, നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 7ാമത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെന്റ് ആൻഡ് ഷെയർ യുവർ ജേണി. ഇതാണ് 7 സ്റ്റെപ്പ്. ഈ ഒരു 7 സ്റ്റെപ്പ് ട്രൈ ചെയ്താൽ തന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്തായാലും ബ്രേക്ക് ആവും. ഈ കംഫർട്ട് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ലെയർ ആയിട്ടാട്ടോ. അതായത് പ്രൈമറി, സെക്കൻഡറി, അങ്ങനെ കംഫർട്ട് സോണിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു 7 കാര്യം നല്ല രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആയിട്ടുണ്ടാവും. 100% ഷുവറാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്തായാലും ബ്രേക്ക് ചെയ്യുന്നതിലൂടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം.